കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറഞ്ഞത് എവിടെ പോയത്? ആരാത്? ആരാന്ന്? എന്താ വേട്ടാ? എന്താ പറ്റിയേ? ആരാ ഇവിടെ? എന്താ അവിടെ ഒരു ബഹളം? ആരാത്? കൗസല്യേ, മോനെ ദേവാ. ദേവാ, എന്താ മോനെ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ അമ്മേ, അമ്മേ, മോളെ എന്തു പറ്റി? മോളുടെ അച്ഛന്റെ മുറിയിൽ ഒരു കള്ളൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കള്ളനോ? എന്നിട്ട് എവിടെ? വിനയ, ചെന്ന് നോക്കിട്ട് വാ. എന്താ ഇതെന്തു അമ്മേ? വീട്ടിൽ കയറിയ കള്ളൻ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഡിസ്കഷനും കഴിഞ്ഞ് അവിടെ ചെല്ലുന്നത് വരെ ഉണ്ടാവുന്ന അവൻ എപ്പോഴേ സ്ഥലം വിട്ട് കാണും. ഇല്ല ഉർമിളേച്ചി, അവൻ ഇവിടെ തന്നെ ഉണ്ട്.
ഇവിടെ ഉണ്ടെന്നോ? എവിടെ? മുകളിലത്തെ മുറിയില്. ആ മുറിയിലേക്ക് കയറുന്ന കണ്ടപ്പോ ഞാൻ പുറത്തുനിന്ന് കുറ്റിയിട്ട് കളഞ്ഞു. ഏത് മുറിയില്? ദേവേട്ട, പെട്ടെന്ന് മുറിയിലോട്ട് കയറി ചെല്ലണ്ട. നമ്മൾ വാതിൽ തുറന്നതും കയ്യിൽ കത്തിയോ മറ്റോ ഉണ്ടെങ്കിൽ അയാൾ ഉപദ്രവിക്കും. വൈദ്യ ചേച്ചി, നമ്മൾ ഇത്രയും പേരില്ലേ, അവനെന്ത് ചെയ്യാനാ? ദേവടം ധൈര്യട്ടോ. വേണ്ട വിനയ, ഇതുപോലെ ഇന്നലെയും ആ കള്ളം വന്നിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും ഓടിക്കളഞ്ഞു. എനിക്ക് തോന്നിയതാവെന്ന് വിചാരിച്ചു. അപ്പൊ ദേ ഇന്നും അതേ സമയത്ത് വന്നിരിക്കുന്നു. അപ്പൊ എന്തോ ഉദ്ദേശത്തോടെ വരുന്നതാ. പ്ലാനും കുന്തമൊന്നും ഉണ്ടായിരിക്കില്ല. എന്തോ അടിച്ചു മാറ്റാൻ വന്നവന് ഇന്നലെ അത് കിട്ടിയിട്ടുണ്ടാവില്ല. പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് അടിച്ച് കരണക്കുറ്റി പൊട്ടിച്ച എല്ലാം പറഞ്ഞോളൂ. ഇല്ല ഉർമിളേച്ചി, അയാള് മോഷണത്തിന് വന്നാന്ന് തോന്നുന്നില്ല. മോഷ്ടിക്കാനല്ലാതെ പിന്നെ എന്തിനാ അയാൾ വരണം? ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണ്. നിന്റെ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ പണവും സ്വർണവും അല്ലേ അടിച്ചു മാറ്റാൻ നോക്കേണ്ടത്? പാലിൽ കലക്കി അച്ഛന് കൊടുക്കുന്ന പൊടിയുടെ ടിന്ന് എന്തിനായിരിക്കും അയാൾ എടുത്തോണ്ട് പോകുന്നേ? ആ ആയുർവേദ പൊടി അയാൾക്ക് എന്ത് കാര്യത്തിനാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛന്റെ ശരീരത്തിലെ വിഷം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ അമ്മേ? ആ വിഷം ഈ മരുന്നിലായിരിക്കും കലർത്തി വെച്ചിട്ടുണ്ടാവുക. നമുക്ക് സംശയം തോന്നി തുടങ്ങി എന്ന കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ മരുന്ന് പരിശോധിച്ചാ പിടിക്കപ്പെടുമോ എന്ന പേടി ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ മരുന്നെടുത്ത് മാറ്റാൻ വേണ്ടി വന്നതാവും. അല്ലെങ്കിൽ മരുന്നില് വീണ്ടും വിഷം കലർത്താൻ വേണ്ടി വന്നതാവും. ഈ വൈദേഹി പറയുന്നത് സത്യമാണെങ്കിൽ വരുണാണ് ഇത് ചെയ്തിരിക്കാൻ സാധ്യത. അവനാണല്ലോ ഈ പരിപാടി ഒപ്പിച്ചത്. അപ്പോ ഇപ്പൊ പിടികൂടിയിരിക്കുന്ന വരുണിനെയാണോ? അവനെ ഇവിടെങ്ങും കാണാനുമില്ല. അപ്പൊ റൂമിനകത്തുള്ളത് അവൻ തന്നെയാണ്. അപ്പൊ തൽക്കാലം മിണ്ടാതെ മാറി നിൽക്കാം. അല്ലെങ്കിൽ വരുണിന് കൂട്ട് ഞാനും കൂടിയാണെന്ന് ഇവർ സംശയിക്കും. ഇനി നമ്മളായിട്ട് വാതിൽ തുറന്നാ കള്ളം പിടിതരാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതലല്ലേ? എന്തായാലും ഞാൻ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. അയാൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. എന്നിട്ട് കള്ളനെ പോലീസ് പിടിക്കട്ടെ. വൈദേഹി പറയുന്നതിലും കാര്യമുണ്ട്. അവൻ ഓടി രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് പോലീസിനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ. ഹലോ, പോലീസ് സ്റ്റേഷൻ.
ആരും മുകളിലോട്ട് വരണം. മുകളിലെ വാ, നടക്ക്. അകത്തേറെ നോക്കിയേ, അവനെ പിടിച്ചോണ്ടോ. അവനെയും കൊണ്ടുവാ. കമോൺ. വരുണിനെ കാണുന്നില്ലല്ലോ ഈശ്വര. അപ്പൊ പോലീസ് പിടിച്ചത് വരുണിനെ തന്നെയാ. വരുണിനോട് പലവട്ടം പറഞ്ഞാ വേണ്ടാത്ത കാര്യത്തിന് പോകണ്ടെന്ന്. കേട്ടിട്ട് വേണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്രാവശ്യം ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. തൽക്കാലം സ്വന്തം കാര്യം നോക്കുന്നതാ നല്ലത്. കോൺസ്റ്റബിൾസേ, ആ കള്ളനെ അങ്ങോട്ട് കൊണ്ടുവാ. എടാ, നീ ആയിരുന്നോ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്താ നിനക്ക് വേണ്ടേ? അവൻ നിന്റെ കൂടപ്പിറപ്പല്ലേടാ. എന്ത് ചെയ്യാനാ നീ അവന്റെ മുറി കയറി ചെന്നത്? ജഗന്നാഥ, ആരും അറിയാതെ പാതിരാത്രി ദാസന്റെ മുറി കയറി ചെന്നത് എന്തിനാ? ശ്രീരാമൻ ലക്ഷ്മണനെ വിശ്വസിച്ചതിനേക്കാൾ ദാസേട്ടന് ജഗന്നാഥ വർമ്മയെ അത്ര വിശ്വാസമായിരുന്നില്ലേ? അങ്ങനെയുള്ളൊരു ഏട്ടനോടാണ് നീ ഈ ചതി കാണിച്ചത്. ദാസേട്ടനെ എന്ത് ചെയ്യാനായിരുന്നു നിന്റെ ഉദ്ദേശം? പറയൂ ജഗന്നാഥ, എന്തായിരുന്നു നിന്റെ പദ്ധതി? അമ്മേ,
ഒന്നും പറയില്ല അമ്മേ. ഞാനിത് വിശ്വസിക്കില്ല ചെറിയച്ച. ചെറിയച്ഛൻ്റെ മനസ്സ് എനിക്കറിയാം. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെറിയച്ഛൻ എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സ്വപ്നത്തിൽ പോലും എൻ്റെ അച്ഛനെ കൊല്ലാൻ ചെറിയച്ഛന് കഴിയില്ല. എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് ചെറിയച്ഛൻ വേണം പറയാൻ. ുള്ളപ്പോ മറ്റൊന്നിനു വേണ്ടി തിരിയുന്നത് എന്തിനാണ്? ആരും കാണാതെ ആ മുറിയിലേക്ക് കയറിയത് ഞാൻ തന്നെയാണ്. വൈദേഹി പിടിക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതാ ഞാൻ തന്നെയല്ല സമ്മതിക്കുന്നു. ഇതാണ് സത്യം. വിശ്വസിക്കാൻ. ചെറിയച്ഛൻ ഒരിക്കലും ഇത് ചെയ്തിരിക്കില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഇതൊരിക്കലും സത്യമല്ല. എന്തിനാടാ നീ അങ്ങനെ ചെയ്തേ? അവൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ? സഹോദരനാണെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ നിന്നെ അവൻ കരുതിയേ? അങ്ങനെയുള്ളവനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? പിന്നല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? 2 മക്കളെ പ്രസവിച്ചിട്ട് മൂത്തവനെ അധികാരങ്ങളെല്ലാം ഏൽപ്പിച്ചു. അവന്റെ അടിമപ്പണി എന്നെ ഏൽപ്പിച്ചു. പേരും അന്തസ്സും പദവിയും എല്ലാം ഏട്ടനായിരുന്നില്ലേ? അപ്പൊ ഞാനോ കൈയും കെട്ടിക്കൊണ്ട് ഏട്ടന്റെ പുറകെ നടക്കുന്ന ഒരു അടിമ. 2നെയും പ്രസവിച്ചത് അമ്മ തന്നെയല്ലേ? എന്നിട്ട് എന്നെ എന്തിനു ബലിയാടാക്കി? ഇളയവനായി ജനിച്ചത് എന്റെ തെറ്റാണോ? പോട്ടെ, ഈ അടിമപ്പണി എന്നോടെ തീരും, എന്റെ മകന്റെ അവസ്ഥയെങ്കിലും മാറുമെന്ന് കരുതിയപ്പോ അവന്റെ വിധിയും എന്നെ പോലെ തന്നെ. സിംഹാസനം അവനാണെന്ന് പറഞ്ഞുറപ്പിച്ചിട്ട് അവസാനം നിന്റെ തലയിൽ വെച്ച് തന്നില്ലേ? അതുകൊണ്ടാ ആദ്യം തന്നെ ഏട്ടന്റെ തലയങ്ങ് കൊയ്താ പിന്നെ പതുക്കെ ദേവന്റെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്തെന്റെ മകനെ ഏൽപ്പിക്കാമെന്നാ ഞാൻ കരുതിയത്. അങ്ങനെയല്ലല്ലോ ചെറിയച്ച. ചെറിയച്ഛൻ്റെ മനസ്സ് അത്തരത്തിലുള്ളതല്ല. ചെറിയച്ഛൻ്റെ ചിന്തകളിലും ഇതൊന്നുമില്ല. വാക്കുകൾ കൊണ്ട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ചെറിയച്ഛൻ്റെ കണ്ണുകൾ അത് സമ്മതിക്കുന്നില്ല. ശരിക്കും ചെറിയച്ഛൻ ഈ ആസ്തി ആഗ്രഹിച്ചിരുന്നെങ്കിൽ അന്ന് വരുണിന്റെ പട്ടാഭിഷേകം നടക്കണമെന്ന് ചെറിയച്ഛൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ചെറിയച്ഛൻ ഒരു നിമിഷത്തെ പണി മാത്രം. അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത്? ആസ്തിക്ക് വേണ്ടിയോ? അധികാരത്തിന് വേണ്ടിയോ? അതോ എനിക്ക് വേണ്ടിയോ? ആസ്തിയും അധികാരവും വേണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ അച്ഛൻ ഈ നെറികേട് കാണിച്ചത്? പദവിയും അധികാരവും ദേവന്റെ കയ്യിലാണെങ്കിലും അതോ എന്റെ കയ്യിലാണെങ്കിലും എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയല്ല അച്ഛൻ. അല്ലെങ്കിൽ തന്നെ
നമുക്ക് എന്ത് കുറവുണ്ടായിട്ടാ? പൊന്നു പോലെയല്ലേ നമ്മളെ നോക്കുന്നത്. പിന്നെ ഇങ്ങനൊരു വേണ്ടാത്ത ചിന്ത എന്തിനായിരുന്നു അച്ഛാ? വലിയച്ഛൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ പോലെയാ. ആ ദൈവത്തെ തന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? ക്യാരക്ടർ മൊത്തം റിവേഴ്സാക്കി കളഞ്ഞല്ലോ. ശരിക്കും സംഭവം എന്താ? എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അച്ഛൻ എന്തിനാ വെല്ലിച്ചന്റെ റൂമിലേക്ക് പോയത്? വെല്ലിച്ചനെ കൊന്നുകളയാനായിരുന്നോ? എങ്ങനെ കൊല്ലാനാ തീരുമാനിച്ച്? ശ്വാസം മുട്ടിച്ചോ? അല്ലെങ്കിൽ കത്തിയോണ്ട് കുത്തിയിട്ടോ? എങ്ങനെയാ? അകത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ. എന്താ കൊണ്ടുപോയത്? പോയിസൺ. അച്ഛാ, അപ്പൊ വല്യച്ഛനും വിഷം കൊടുത്ത് കൊല്ലാനായിരുന്നു പരിപാടി? എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ വല്യച്ഛന്റെ ശരീരത്തിൽ സ്ലോ പോയിസൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാ അത് ഇതായിരുന്നു അല്ലേ? പറയച്ച. അങ്ങനെയായിരുന്നെങ്കിൽ വൈദേഹിയുടെ സംശയം ശരിയായിരുന്നല്ലേ? വല്യച്ഛൻ ദിവസവും പാലിൽ കലക്കി കുടിച്ചിരുന്ന മരുന്നില് ഈ വിഷമായിരുന്നല്ലേ അച്ഛൻ ചേർത്തത്? വല്യച്ഛൻ ഇങ്ങനെ കിടന്ന കിടപ്പിലായതു തൊട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് പെടയാൻ തുടങ്ങിയതാ. അതിന് കാരണം എൻ്റെ അച്ഛനാണെങ്കിലും എനിക്കത് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്ക് അച്ഛൻ്റെ മകനായി ജനിച്ചല്ലോ എന്നോർക്കുമ്പോൾ സത്യത്തിൽ നാണക്കേട് തോന്നുകയാണ് അച്ഛൻ. ഇൻസ്പെക്ടർ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാളെ. അച്ഛമ്മ ഇനി ഒന്നും പറയണ്ട. എന്ത് പറയാനല്ലേ? ഇങ്ങനെ ഒരു മകനെ ഇനി അച്ഛമ്മയ്ക്ക് വേണമെന്നുണ്ടോ? അച്ഛമ്മയ്ക്ക് ഇനി വല്യച്ഛൻ മാത്രം മതി. വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം സാർ, കൊണ്ടുപോകും. കോൺസ്റ്റബിൾ, വിലങ്ങ് വയ്ക്കേ.